ഹായ് ഫ്രണ്ട്സ്, മിഷൻ PSCയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3 പാർട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തു. അതിൽ ഏകദേശം 200ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 4 ഏകദേശം ഇവിടെ ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൃത്യമായും രേഖപ്പെടുത്തേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂ ഈസ് ദ ഫൈനൽ അതോറിറ്റി ടു എക്സ്പാൻഡ് ദ മീനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മീനിങ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫൈനൽ അതോറിറ്റി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൈനൽ അതോറിറ്റി ആര്? ഉത്തരം സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഫൈനൽ അതോറിറ്റി എന്ന് അറിയപ്പെടുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ മെനി ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി ആർ ദെയർ ഇൻ കേരള? കേരളത്തിൽ എത്ര ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം 20 ആണ്. 20 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. കേരളത്തിൽ ആകെ 20 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: ടു ഹൂം ഈസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ? ടു ഹൂം ഈസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ ആരുടെ മുന്നിലാണ് റെസ്പോൺസിബിൾ ആവേണ്ടത്? കേന്ദ്രമന്ത്രിമാർ ആരുടെ മുന്നിലാണ് റെസ്പോൺസിബിൾ ആവേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം ലോക്സഭയുടെ മുന്നിലാണ് കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത്. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത് ലോക്സഭയ്ക്ക് മുന്നിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ലോക്സഭ ക്യാൻ ബി ഡിസോൾവ്ഡ് ഓർ സസ്പെൻഡഡ് ബൈ? ലോക്സഭയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ലോക്സഭയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. ഇന്ത്യൻ പ്രസിഡന്റിനാണ് ലോക്സഭയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് കറക്റ്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ: ദ പ്രസിഡന്റ് ക്യാൻ ഡിസോൾവ് ദ ലോക്സഭ. ആ ഓപ്ഷൻ ശരിയാണ്. അതിൽ എററൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഓപ്ഷൻ: ദ വൈസ് പ്രസിഡന്റ് ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. അതും റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അടുത്ത ഓപ്ഷൻ: മണി ബിൽ ഈസ് കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ രാജ്യസഭ. മണി ബിൽ രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അതും ഒരു റൈറ്റ് സെൻറ്റൻസ് ആണ്. ലാസ്റ്റ് ഓപ്ഷൻ: 1/3 ഓഫ് ദ രാജ്യസഭ മെമ്പേഴ്സ് റിട്ടയർ എവരി തേർഡ് ഇയർ. 1/3 ഓഫ് ദ രാജ്യസഭ മെമ്പർ റിട്ടയർ എവരി തേർഡ് ഇയർ. 3 വർഷം കഴിയുമ്പോൾ രാജ്യസഭാ അംഗങ്ങൾ റിട്ടയർ ആവും എന്നാണ് ഈ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ആ സെൻറ്റൻസ് തെറ്റാണ്. കാരണം രാജ്യസഭാ അംഗങ്ങൾ 2 വർഷത്തിലൊരിക്കൽ റിട്ടയർ ആയി പോവും. രാജ്യസഭയുടെ ആകെ എണ്ണത്തിൽ 2 വർഷത്തിലൊരിക്കൽ 1/3 പോർഷൻ ആൾക്കാർ റിട്ടയർ ചെയ്ത് പോകും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാരണം രാജ്യസഭയുടെ അംഗങ്ങൾ റിട്ടയർ ചെയ്യുന്നത് 1/3 എവരി 2 ഇയർ ആണ്. എല്ലാ 2 വർഷത്തിലൊരിക്കൽ 1/3 ആൾക്കാർ റിട്ടയർ ചെയ്ത് പോകും രാജ്യസഭയിൽ നിന്നും. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ആർട്ടിക്കിൾ ഹെൽപ്സ് രാജ്യസഭ ടു ടേക്ക് ഇനിഷ്യേറ്റീവ് ഇൻ ദ ക്രിയേഷൻ ഓഫ് 1 or more ഓൾ ഇന്ത്യ സർവീസ്? ഒന്നിൽ കൂടുതൽ ഓൾ ഇന്ത്യ സർവീസിന് വേണ്ടി ഇനിഷ്യേറ്റീവ് രാജ്യസഭ എടുക്കുന്നത് ഏത് ആർട്ടിക്കിളിൻ്റെ പിൻബലത്തിലാണ്? ഒന്നിൽ കൂടുതൽ ഓൾ ഇന്ത്യ സർവീസിന് വേണ്ടി രാജ്യസഭ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 312 പ്രകാരമാണ്. ആർട്ടിക്കിൾ 312 പ്രകാരമാണ് രാജ്യസഭ ഒന്നിൽ കൂടുതൽ ഓൾ ഇന്ത്യ സർവീസിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ആർട്ടിക്കിൾ 131 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ്? ആർട്ടിക്കിൾ 131 131 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ദ ഒറിജിനൽ ജുറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഒറിജിനൽ ജുറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ടിൻ്റെ യഥാർത്ഥ പരിധി എന്തെന്നതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 131 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സുപ്രീം കോർട്ടിൻ്റെ പരിധി, ദ ഒറിജിനൽ ജുറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്, ആർട്ടിക്കിൾ 131. അടുത്ത ക്വസ്റ്റ്യൻ: ദ മിനിമം ഏജ് റിക്വയർഡ് ടു ബിക്കം എ മെമ്പർ ഓഫ് രാജ്യസഭ? രാജ്യസഭയിൽ അംഗമാകാൻ വേണ്ട മിനിമം പ്രായം എത്ര എന്നാണ് ചോദ്യം. ഉത്തരം 30 വയസ്സാണ്. രാജ്യസഭയിൽ അംഗമാവാൻ മിനിമം 30 വയസ്സ് ആയിരിക്കണം. ഹൂ ക്യാൻ ഡിസോൾവ് ദ രാജ്യസഭ? രാജ്യസഭ പിരിച്ചുവിടുന്നത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിനകത്ത് പ്രസിഡൻ്റ് ഉണ്ട്, ലോക്സഭയുണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, നോബഡി ഉണ്ട്.
ഓപ്ഷനകത്ത് പ്രസിഡന്റ്, ലോക്സഭ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ നോബഡി എന്ന 4 ഓപ്ഷൻസാണ് ഉള്ളത്. ഒരിക്കലും രാജ്യസഭയെ ആരും പിരിച്ചു വിടില്ല. അതിലുള്ള അംഗങ്ങൾ 2 വർഷത്തിലൊരിക്കൽ വിരമിച്ച് റിട്ടയർ ചെയ്ത് പോകുന്നതല്ലാതെ രാജ്യസഭ മൊത്തമായിട്ട് ആരും ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ ഇവിടുത്തെ ഉത്തരം നോബഡിയാണ്. രാജ്യസഭയെ ആരും ഡിസോൾവ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫീസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫീസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഗാർഡിയൻ ഓഫ് പബ്ലിക് ഓഫീസ്? ഏത് ഓഫീസാണ് ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് എന്തെന്ന് പറയുന്നത് ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്നത്. ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ഈസ് പ്രിസൈഡഡ് ബൈ? ലോക്സഭയുടെയും രാജ്യസഭയുടെയും ജോയിൻറ്റ് സിറ്റിങ്ങിനെ നയിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് ജോയിൻറ്റ് സിറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യുന്നത്. ജോയിൻറ്റ് സിറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യുന്നത് ലോക്സഭ സ്പീക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ പവർ ഗിവൺ ടു ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഇഷ്യൂ റിറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തിനു വേണ്ടിയാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകിയത്? എന്തിനു വേണ്ടിയാണ് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകിയത്? ഉത്തരം എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ഹൈക്കോർട്ടിനും സുപ്രീം കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേൺ ഓവർ ഓഫ് എസ്റ്റിമേറ്റ് കമ്മിറ്റി ഓഫ് ലോക്സഭ? ലോക്സഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി എത്ര വർഷം എന്നാണ് ചോദ്യം. ലോക്സഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി എത്ര വർഷം? ഉത്തരം 1 വർഷമാണ് കാലാവധി. ലോക്സഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം ആൻഡ് മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ്? ഒരു സ്റ്റേറ്റിൻ്റെ മിനിമം അല്ലെങ്കിൽ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഒരു സ്റ്റേറ്റിൻ്റെ നിയമസഭയുടെ മാക്സിമം അല്ലെങ്കിൽ മിനിമം സ്ട്രെങ്ത് എത്ര എന്നാണ് ചോദ്യം. 60/500 ആണ്. മിനിമം 60ഉം മാക്സിമം 500 വരെ ആവാം സ്ട്രെങ്ത്. മിനിമം 60ഉം മാക്സിമം 500 വരെയും സ്ട്രെങ്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ നോർമൽ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ഒരാൾക്ക് എത്ര വർഷം വരെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് ഇരിക്കാം? ഉത്തരം 6 വർഷമാണ് കാലാവധി. 6 വർഷമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കാലാവധി. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊട്ടക്ടർ ഓഫ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ ഇൻ ഡെമോക്രസി? പ്രൊട്ടക്ടർ ഓഫ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ഇൻ ഡെമോക്രസി. ഭരണഘടനയിൽ റൈറ്റ്സ് ഓഫ് സിറ്റിസനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ഭരണഘടനയിൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്, പൗരാവകാശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആര്? ഉത്തരം ജുഡീഷ്യറിയാണ്. പൗരാവകാശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ജുഡീഷ്യറിയാണ്. ആരാണ്? ജുഡീഷ്യറി. ഹൂ പ്രിസൈഡ്സ് ഓവർ ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്? അപ്പോൾ അത് നേരത്തെ വായിച്ചതാണ്. പാർലമെൻറ്റ് 2 സഭയും ഒരുമിച്ച് കൂടുമ്പോൾ പ്രിസൈഡ് ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഹൗസ് റെപ്രസെൻറ്റ്സ് ദ യൂണിറ്റ് ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ? ഇന്ത്യൻ ഫെഡറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ഹൗസാണ്? വിച്ച് ഹൗസ് റെപ്രസെൻറ്റ്സ് ദ യൂണിറ്റ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് ചോദിച്ചാൽ ഉത്തരം രാജ്യസഭയാണ്. രാജ്യസഭയാണ് ഇന്ത്യൻ ഫെഡറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആരാണ്? രാജ്യസഭ. അടുത്ത ക്വസ്റ്റ്യൻ, കോറം ഓഫ് രാജ്യസഭ? രാജ്യസഭയുടെ കോറം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോറം ഓഫ് രാജ്യസഭ ഉത്തരം 25 ആണ്. രാജ്യസഭയുടെ കോറം തികയുന്നതിന് 25 ആണ്. എത്രയാണ്? 25. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ കാൾഡ് ദ ലീഗൽ അഡ്വൈസർ ഓഫ് ദ ഇന്ത്യൻ ഗവൺമെൻറ്? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസർ ആര് എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസർ അറ്റോർണി ജനറലാണ്. AG അഥവാ AG. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസർ അറ്റോർണി ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് നെയിംഡ് ആസ് രാജ്യസഭ ഇൻ ഹിന്ദി? വെൻ വാസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് നെയിംഡ് ആസ് രാജ്യസഭ ഇൻ ഹിന്ദി? കൗൺസിൽ ഓഫ് സ്റ്റേറ്റിനെ രാജ്യസഭ എന്നാക്കിയത് എന്ന് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം 23 ഓഗസ്റ്റ് 1954. 1954 ഓഗസ്റ്റ് 23-ാം തീയതിയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിനെ രാജ്യസഭ എന്ന പേര് നൽകിയത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിനെ രാജ്യസഭ എന്ന പേര് നൽകിയത് 1954 ഓഗസ്റ്റ്
23. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് സെഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോക്സഭ ആഫ്റ്റർ എ ന്യൂ ലോക്സഭ ഹാസ് ബീൻ എലക്റ്റഡ് ഈസ് നോൺ ആസ് ലാം ഡക്ക്. അപ്പോൾ എന്താണ് ലാം ഡക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ ലോക്സഭ തിരഞ്ഞെടുത്തതിന് ശേഷം പഴയ ലോക്സഭയുടെ അവസാന മീറ്റിങ്ങിനെയാണ് ലാം ഡക്ക് എന്ന് പറയുന്നത്. അതായത് പുതിയ ലോക്സഭ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു, അതിനുശേഷം നടക്കുന്ന പഴയ ലോക്സഭയുടെ മീറ്റിങ്ങിനെയാണ് ലാം ഡക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോറം ലെയ്ഡ് ഡൗൺ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ് ഓഫ് എയ്തർ ഹൗസസ് ഓഫ് പാർലമെൻറ്റ്? പാർലമെൻറ്റ് രണ്ട് ഹൗസിനും മീറ്റിംഗ് കൂടണമെങ്കിൽ എത്ര ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം? പാർലമെൻറ്റ് രണ്ട്, അല്ലെങ്കിൽ ഒന്നീ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ, ഇവയിൽ ഏതെങ്കിലും മീറ്റിംഗ് കൂടുന്നെങ്കിൽ എത്ര ആൾക്കാരുടെ അല്ലെങ്കിൽ എത്ര മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം 1/10 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ഹൗസ്. ആ ഹൗസിലെ 1/10 ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നാൽ നമുക്ക് അവിടുത്തെ മീറ്റിംഗ് കൂടാം. ഇപ്പോൾ ലോക്സഭയാണെങ്കിൽ അവിടുത്തെ മീറ്റിംഗ്, രാജ്യസഭയാണെങ്കിൽ അവിടുത്തെ മീറ്റിംഗ്. ടോട്ടൽ നമ്പറിൻ്റെ 1/10 മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നെങ്കിൽ മീറ്റിംഗ് കൂടാം. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭ ഈസ് എ ഡാഷ് ബോഡി. രാജ്യസഭ ഒരു ഡാഷ് ബോഡി എന്നാണ് ചോദ്യം. ഉത്തരം എ പെർമനൻറ്റ് ബോഡിയാണ്. രാജ്യസഭ ഒരു പെർമനൻറ്റ് ബോഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് 543 എലക്റ്റഡ് ലോക്സഭ മെമ്പേഴ്സ് ഹൗ മെനി മെമ്പേഴ്സ് റെപ്രസെൻറ്റഡ് ഇൻ യൂണിയൻ ടെറിട്ടറി? യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും എത്ര ആൾക്കാരാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്? 543 ലോക്സഭാ അംഗങ്ങളിൽ എത്ര ആൾക്കാരാണ് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ളത്? 13 ആൾക്കാരാണ് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ളത്. എത്ര ആൾക്കാരാണ്? 13 ആൾക്കാരാണ് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ളത്. ഹൂ സേസ് ദാറ്റ് എവരി ജഡ്ജ് ഈസ് ആൻ ആക്ടിവിസ്റ്റ് എയ്തർ ഓൺ എ ഫോർവേഡ് ഗിയർ ഓർ ഓൺ ദ റിവേഴ്സ്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എവരി ജഡ്ജ് ഈസ് ആൻ ആക്ടിവിസ്റ്റ് എയ്തർ ഓൺ ദ ഫോർവേഡ് ഗിയർ ഓർ ഓൺ ദ റിവേഴ്സ്. എവരി ജഡ്ജ് ഈസ് ആൻ ആക്ടിവിസ്റ്റ് എയ്തർ ഓൺ ഫോർവേഡ് ഗിയർ ഓർ ഓൺ റിവേഴ്സ്. ഇങ്ങനെ പറഞ്ഞത് ജസ്റ്റിസ് കൃഷ്ണയ്യരാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വാക്കുകളാണ്. എവരി ജഡ്ജ് ഈസ് ആൻ ആക്ടിവിസ്റ്റ് എയ്തർ ഓൺ ദ ഫോർവേഡ് ഗിയർ ഓർ ഓൺ ദ റിവേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതി 2015 ക്യാൻസൽ ചെയ്ത IT ആക്ട് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 66A ആണ്. സുപ്രീം കോടതി 2015 ക്യാൻസൽ ചെയ്ത IT ആക്ട് 66A ആണ്. 66A. ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ സുപ്രീം കോർട്ട് ബിൽഡിംഗ് വാസ് ലെയ്ഡ് ഓൺ ഏത് വർഷമാണ്? 1954 ഒക്ടോബർ 29. 1954 ഒക്ടോബർ 29 സുപ്രീം കോടതിയുടെ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത്, അതായത് തറക്കല്ലിട്ടത്. സുപ്രീം കോടതിയുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ തറക്കല്ലിട്ട വർഷം 1954 ഒക്ടോബർ 29. 1954 ഒക്ടോബർ 29. അടുത്ത ക്വസ്റ്റ്യൻ, ദ പവർ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ് ഫാൾസ് അണ്ടർ ഇറ്റ്സ്. സുപ്രീം കോടതിയിൽ ഒരു പവറിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്ത് പവറാണ്? സെൻട്രലും സ്റ്റേറ്റിൻ്റെയും ഡിസ്പ്യൂട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പവർ ഏതാണെന്നാണ് ചോദ്യം. സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രീം കോടതിയുടെ പവറാണ് ഒറിജിനൽ ജുറിഡിക്ഷൻ. സുപ്രീം കോടതിയുടെ ആ പവറിൻ്റെ പേരാണ് ഒറിജിനൽ ജുറിഡിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ആക്ട് ആസ് ദ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഫ്രണ്ടായിട്ടും ഫിലോസഫറായിട്ടും ഗൈഡായിട്ടും ആക്ട് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഫ്രണ്ടായും ഫിലോസഫറായും ഗൈഡായും ആക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പവർ ടു ഡിസൈഡ് ആൻ എലക്ഷൻ പെറ്റീഷൻ ഈസ് വേസ്റ്റഡ് വിത്ത്. ഒരു എലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്? ഒരു എലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള പവർ ഹൈക്കോടതിനാണ് ഉള്ളത്. ഒരു എലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള പവർ ഉള്ളത് ഹൈക്കോടതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ് ദ സുപ്രീം കോർട്ട് ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ സബ്ജക്റ്റ് ടു പ്രൊവിഷൻസ് ഓഫ് എനി ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഓർ എനി റൂൾസ് മെയ്ഡ് അണ്ടർ ദ ആർട്ടിക്കിൾ 145. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സുപ്രീം കോടതിക്ക് തൻ്റെ വിധിയെ തന്നെ റിവ്യൂ ചെയ്യാനുള്ള അധികാരവും അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഏതെങ്കിലും ഒരു നിയമത്തെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം, അതുമല്ലെങ്കിൽ 145 പ്രകാരം
ആർട്ടിക്കിൾ 145 പ്രകാരം പുറപ്പെടുവിച്ച ഏതെങ്കിലും റൂൾസിനെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ആർട്ടിക്കിൾ 137 ആണ്. അതായത് സുപ്രീം കോടതിക്ക് തൻ്റെ തന്നെ വിധിയും അല്ലെങ്കിൽ പാർലമെൻറ്റ് ഉണ്ടാക്കിയ ഏതെങ്കിലും നിയമത്തെയോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 145 പ്രകാരമുള്ള ഏതെങ്കിലും റൂളിനെയോ റിവ്യൂ ചെയ്യാനുള്ള സുപ്രീം കോടതിയിലെ അധികാരത്തെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 137. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പവേഴ്സ് ഓഫ് ദ രാജ്യസഭ പ്രൊവൈഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? താഴെ പറയുന്നവയിൽ ഏത് പവറാണ് രാജ്യസഭയ്ക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിരിക്കുന്നത്? താഴെ പറയുന്ന ഏത് പവറാണ് രാജ്യസഭയ്ക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവിടെയുള്ള ഉത്തരവെന്ന് പറയുമ്പോൾ ടു ഡിലേ എ മണി ബിൽ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 14 ദിവസം. മണി ബില്ലിനെ ഡിലേ ചെയ്യാൻ കഴിയും, എന്നാൽ 14 ദിവസത്തിൽ താഴെ മാത്രമേ ഡിലേ ചെയ്യാൻ പറ്റൂ. രാജ്യസഭയുടെ ഒരു പവറാണ് മണി ബില്ലിനെ വേണമെങ്കിൽ ഡിലേ ചെയ്യാൻ പറ്റും. ആ ഡിലേ 14 ദിവസം വരെ വേണമെങ്കിൽ മണി ബില്ലിനെ ഡിലേ ചെയ്ത് വെക്കാനുള്ള പവറുണ്ട് ആർക്ക്? രാജ്യസഭയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അതോറിറ്റി ടു ഇഷ്യൂ റിട്സ് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേസ്റ്റഡ് വിത്ത്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ? രാജ്യസഭയുടെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. ഉത്തരം വൈസ് പ്രസിഡൻ്റാണ് രാജ്യസഭയുടെ ചെയർമാൻ. സുപ്രീം കോടതി ജഡ്ജസ് റിട്ടയർ അറ്റ് ദ ഏജ് ഓഫ്. സുപ്രീം കോടതി ജഡ്ജി വിരമിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ്? സുപ്രീം കോടതി ജഡ്ജി വിരമിക്കുന്നത് 65-ാമത്തെ വയസ്സിലാണ്. എത്രാമത്തെ വയസ്സിൽ? 65-ാമത്തെ വയസ്സിലാണ്. The report of the Controller and Auditor General is examined by dash committee in the Parliament. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് എക്സാമിൻ ചെയ്യുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് കമ്മിറ്റിയാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് എക്സാമിൻ ചെയ്യുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് കമ്മിറ്റി എന്നാണ് ചോദ്യം. ഉത്തരം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നൽകുന്ന റിപ്പോർട്ടിനെ എക്സാമിൻ ചെയ്യുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ വെയർ എലക്റ്റഡ് ബൈ. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആര് എന്നാണ് ചോദ്യം. മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നിയമസഭയിൽ നിന്നുള്ള അംഗമാണ് രാജ്യസഭയിലുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നിയമസഭയിലുള്ള അംഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അതോറിറ്റി ഓർ ബോഡി കോമ്പിറ്റൻറ്റ് ടു ഡിറ്റർമൈൻ ദ കണ്ടീഷൻസ് ഓഫ് സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരാൾക്ക് പൗരത്വം എങ്ങനെ നൽകണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ ഒരാൾക്ക് പൗരത്വം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദ പാർലമെൻറ്റാണ്. പാർലമെൻറ്റാണ് ഒരാൾക്ക് പൗരത്വം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പവർ ഓഫ് ജുഡീഷ്യറി ടു ഡിക്ലെയർ എ ലാ ഇൻവാലിഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രൗണ്ട്. ഒരു നിയമം ഇൻവാലിഡ് ആണെന്ന് പറയുന്നത് ദ പവർ ഓഫ് ജുഡീഷ്യറി പറയുന്ന ജുഡീഷ്യറിയുടെ പവറിനെ പറയുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. ഒരു ലോ ഇൻവാലിഡ് ആണ് എന്ന് പറയുന്ന ജുഡീഷ്യറിയുടെ പവറിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ദ പവർ ഓഫ് ജുഡീഷ്യറി ടു ഡിക്ലെയർ എ ലോ ഇൻവാലിഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രൗണ്ട് ഈസ് കോൾഡ് ജുഡീഷ്യൽ റിവ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, മണി ബിൽ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ഈസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. മണി ബില്ല് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഉത്തരം ലോക്സഭ. മണി ബില്ല് ലോക്സഭയിലാണ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ രാജ്യസഭ. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഉത്തർപ്രദേശാണ്. നെയിം ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ രാജ്യസഭ. രാജ്യസഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഹൈക്കോടതി ജഡ്ജ് ക്യാൻ ഹോൾഡ് ദ ഓഫീസ് ടിൽ ഹി അറ്റൈൻ ദ ഏജ് ഓഫ്. ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് എത്ര വയസ്സ് വരെ തൻ്റെ ജോലി ചെയ്യാം എന്നാണ് ചോദ്യം. ഉത്തരം 62 വയസ്സ് കഴിയുമ്പോൾ റിട്ടയർ ചെയ്യണം. 62 വയസ്സാകുമ്പോൾ ഹൈക്കോടതി ജഡ്ജി റിട്ടയർ ആവണം. അപ്പോൾ 62 വയസ്സ് വരെ ഹൈക്കോടതി ജഡ്ജിക്ക് തൻ്റെ ജോലി ചെയ്യാവുന്നതാണ്. ഔട്ട് ഓഫ് ടോട്ടൽ 250 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, ഹൗ മെനി ആർ നോമിനേറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. രാജ്യസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 250 ആണ്. ആ 250-ൽ എത്ര അംഗങ്ങളെയാണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്നത്? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ 12 അംഗങ്ങളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. എത്ര അംഗങ്ങളെയാണ്? 12 അംഗങ്ങളെയാണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ ആദ്യ സ്പീക്കർ ആര് എന്നാണ് ചോദ്യം. ഉത്തരം GV മാവിലങ്കാർ.
ഉത്തരം GV മാവിലങ്കാർ. അടുത്ത ചോദ്യം, മന്ത്ലി സാലറി ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ മന്ത്ലി സാലറി എത്രയെന്നാണ് ചോദ്യം. ഉത്തരം 2,80,000 രൂപയാണ്. 2,80,000 രൂപയാണ് മന്ത്ലി സാലറി ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭ മെമ്പേഴ്സ് ആർ എലക്റ്റഡ് ബൈ ദ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ ഓഡ് സിസ്റ്റമാണ്. രാജ്യസഭാ മെമ്പേഴ്സിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ ഓഡ് സിസ്റ്റമാണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ ഓഡ് സിസ്റ്റമാണ് രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിന്. ഹായ് ഫ്രണ്ട്സ്, മിഷൻ PSCയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 4 പാർട്ടുകൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് 5ാമത്തെ പാർട്ട് നോക്കാം. കഴിഞ്ഞ 4 പാർട്ടുകളായിട്ട് ഏകദേശം 200ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇന്ന് നമുക്ക് 5ാമത്തെ പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? താഴെ പറയുന്നവയിൽ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഫിനാൻസ് കമ്മീഷനുണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് എന്നാണ് ഉത്തരം. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കാം. നമ്മൾ ആർട്ടിക്കിൾ ഉള്ള സംഭവങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ആർട്ടിക്കിൾ ഇല്ലാത്തത് നമുക്ക് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് നമുക്ക് PSCക്ക് വേണ്ടി പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിളുണ്ട്, ഇലക്ഷൻ കമ്മീഷനും ആർട്ടിക്കിളുണ്ട്. എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് മാത്രം ആർട്ടിക്കിൾ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ സെക്കൻഡ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ സെക്കൻഡ് ചെയർപേഴ്സൺ ആര് എന്നാണ് ചോദ്യം. ഉത്തരം ജസ്റ്റിസ് MN വെങ്കിടച്ചെല്ലയ്യാണ്. ആരാണ്? ജസ്റ്റിസ് MN വെങ്കിടച്ചെല്ലയ്യാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ സെക്കൻഡ് ചെയർപേഴ്സൺ. എന്നാൽ ഫസ്റ്റ് ചെയർപേഴ്സൺ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ചെയർപേഴ്സൺ ആര് എന്നാണ്. ഉത്തരം ജസ്റ്റിസ് MN വെങ്കിടച്ചെല്ലയ്യ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റി വാസ് ഫോംഡ് by the Government of India in the year 1979 to study the issue of child labor and to suggest measures to tackle it? അതായത് 1979 ചൈൽഡ് ലേബറിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ പേര് എന്ത് എന്നാണ് ചോദ്യം. 1979 ചൈൽഡ് ലേബറിനെ കുറിച്ച് പഠിക്കാനും അത് മാറ്റാനും വേണ്ടി നിയോഗിച്ച കമ്മിറ്റി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഗുരുപാദസ്വാമി കമ്മിറ്റിയാണ് ചൈൽഡ് ലേബറിനെ കുറിച്ച് പഠിക്കാൻ 1979 നിയോഗിച്ച കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓംബുഡ്സ്മാൻ വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ബൈ? ഓംബുഡ്സ്മാൻ ആദ്യമായി നിലവിൽ വന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം സ്വീഡനിലാണ് ആദ്യമായി ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത്. ഏതാണ്? സ്വീഡൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകായുക്ത സബ്മിറ്റ് റിപ്പോർട്ട് ടു? ലോകായുക്ത ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ലോകായുക്ത ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്? ഉത്തരം ഗവർണർ. ലോകായുക്ത ഗവർണർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻ ഇന്ത്യ ആസ് ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വാസ് ഫസ്റ്റ് കാൾഡ് വാസ് ദ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ? ഇന്ത്യയുടെ പബ്ലിക് സർവീസ് കമ്മീഷനായ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ, അതായത് UPSC എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ഏത് എന്നാണ് ചോദിച്ചിരുന്നത്. ഉത്തരം 1950 ആണ്. 1950 അല്ല, ഉത്തരം 1926 ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് നിലവിൽ വന്ന വർഷം 1926. UPSC നിലവിൽ വന്ന വർഷം 1926. അടുത്ത ക്വസ്റ്റ്യൻ, The National Human Rights Commission was established in the year of? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 1993 ഒക്ടോബർ 12 ആണ്. 1993 ഒക്ടോബർ 12 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോകായുക്ത വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ദ സ്റ്റേറ്റ് ഓഫ്? ലോകായുക്ത എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യമായി ഏത് സ്റ്റേറ്റിലാണ് ക്രിയേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ലോകായുക്ത നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം മഹാരാഷ്ട്രയിലാണ് ആദ്യമായി ലോകായുക്ത നിലവിൽ വന്നത്. എവിടെയാണ്? മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ മേ റിസൈൻ
ഹിസ് ഓഫീസ് ബൈ റൈറ്റിംഗ് അഡ്രസ് ടു ആർക്കാണ്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു മെമ്പറിന് റിസൈൻ ചെയ്യണമെങ്കിൽ ആർക്കാണ് ലെറ്റർ നൽകേണ്ടത്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു അംഗത്തിന് റിസൈൻ ചെയ്യണമെങ്കിൽ ആർക്കാണ് ലെറ്റർ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഉത്തരം ഗവർണർക്കാണ്. ഗവർണർക്കാണ് എന്ത് നൽകേണ്ടത്? രാജിക്കത്ത് നൽകേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ഏതാണ്? 1992 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1992. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹാവിംഗ് ദ ബൈക്യാമറൽ ലെജിസ്ലേറ്റർ. ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ഉള്ള സ്റ്റേറ്റ് ഏത് എന്നാണ് ചോദ്യം. താഴെ പറയുന്നതിൽ 4 ഓപ്ഷൻ 4 ഉണ്ട്. അതിൽ ഒരെണ്ണം ബൈക്യാമറൽ സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. ഇതിൽ ബൈക്യാമറൽ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ലോക്സഭയും രാജ്യസഭയും ഉള്ളതുപോലെ സ്റ്റേറ്റുകളിലും ഇതേപോലെ ഒരു നിയമസഭയും മറ്റേ രാജ്യസഭ പോലൊരു സഭയും കാണും. എക്സാമ്പിൾ നമ്മൾ കേരളത്തിൽ നിയമസഭ മാത്രമേ ഉള്ളൂ. എന്നാൽ ചില സ്റ്റേറ്റുകളിൽ നിയമസഭയും അതുകൂടാതെ മറ്റൊരു സഭ കൂടെ ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റേറ്റുകളാണ് ബൈക്യാമറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതൊക്കെയുണ്ട്? നമ്മൾ ആന്ധ്രാപ്രദേശുണ്ട്, തെലുങ്കാനയുണ്ട്, കർണാടകയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ജമ്മു കാശ്മീരുണ്ട്, ബീഹാറുണ്ട്, ഉത്തർപ്രദേശുണ്ട്. അങ്ങനെ 7 സ്റ്റേറ്റ്. ഇവിടുത്തെ ഓപ്ഷനിൽ ബീഹാർ മാത്രമാണ് ബൈക്യാമറൽ സ്റ്റേറ്റിലുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം ബീഹാർ. ബൈക്യാമറൽ സ്റ്റേറ്റ് 7 ബൈക്യാമറൽ സ്റ്റേറ്റാണ് ഇന്ത്യയിലുള്ളത്. ആന്ധ്ര, തെലുങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, മിനിമം ആൻഡ് മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് ഈസ്. ഒരു സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മിനിമം മാക്സിമം അംഗങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. മിനിമം 60 മാക്സിമം 500. മിനിമം 60 മാക്സിമം 500 അംഗങ്ങൾ വരെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആക്ട് വാസ് ഫസ്റ്റ് പാസ്ഡ് ഇൻ. ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത ആക്ട് ആദ്യമായി പാസ് ചെയ്തത് ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു, ലോകായുക്ത ആദ്യം നിലവിൽ വന്ന സ്റ്റേറ്റ് ഏതെന്നാണ്. അതിൻ്റെ ഉത്തരം മഹാരാഷ്ട്രയാണ്. എന്നാൽ ലോകായുക്ത ആക്ട് ആദ്യമായി പാസ്സാക്കിയ സംസ്ഥാനം ഒറീസയാണ്. അപ്പം ലോകായുക്ത ആക്ട് ആദ്യമായി പാസ്സാക്കിയത് ഒറീസയും ലോകായുക്ത ആദ്യമായി നിലവിൽ വന്നത് മഹാരാഷ്ട്രയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്തത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഗവർണറാണ്. ഗവർണറാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാറ്റസ് ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് ഈസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ എന്നാണ് ചോദ്യം. നമ്മൾ ആദ്യം പഠിച്ചു, ആർട്ടിക്കിൾ ഉള്ളതിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നും ഇല്ലാത്തതിനെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നും പറയുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ ഉണ്ട്, അതുകൊണ്ട് അതൊരു എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സ്റ്റാറ്റസ് ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദ ഫോർമേഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദ്യം. ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 280. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗവർണർ ക്യാൻ നോമിനേറ്റ് ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി 1 മെമ്പർ ഫ്രം ദിസ് കമ്മ്യൂണിറ്റി. അതായത് ഗവർണർക്ക് നിയമസഭയിലോട്ട് ഒരു മെമ്പറെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏത് കമ്മ്യൂണിറ്റി എന്നാണ് ചോദ്യം. ഗവർണർക്ക് ഒരു നിയമസഭയിൽ ഒരു അംഗത്തെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അവർ ഏത് കമ്മ്യൂണിറ്റിയിലുള്ളതായിരിക്കണം എന്നാണ് ചോദ്യം. ഉത്തരം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളായിരിക്കണം. ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചീഫ് മിനിസ്റ്റർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ. ചീഫ് മിനിസ്റ്റർ എന്തിന് റെസ്പോൺസിബിൾ അല്ല എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനിൽ 4 ഓപ്ഷൻ ഉണ്ട്. റണ്ണിങ് ദ എൻറ്റയർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ്, മെയിൻറ്റെയിൻസ് ഓഫ് ദ ലാ ആൻഡ് ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ്, ദ ഡിഫൻസ് ഓഫ് ദ സ്റ്റേറ്റ്, നൺ ഓഫ് ദിസ്. ഇതിൽ ഉത്തരം ഡിഫൻസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഡിഫൻസിൻ്റെ ഉത്തരവാദിത്തം ചീഫ് മിനിസ്റ്റർക്കില്ല, അത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ എന്താണ്? ചീഫ് മിനിസ്റ്റർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഡിഫൻസ് ഓഫ് ദ സ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, national party is on which could secure the number than dash percentage of total valid votes in the previous general election of 4 state. അതായത് ഒരു പാർട്ടി നാഷണൽ പാർട്ടിയാണ് എന്ന് പറയണമെങ്കിൽ
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 4 സ്റ്റേറ്റുകളിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എത്ര ശതമാനം ഈ പാർട്ടിക്ക് കിട്ടണം? അതാണ് ചോദ്യം. ഒരു പാർട്ടി നാഷണൽ പാർട്ടിയാണെന്ന് പറയണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ഷനിൽ 4 സ്റ്റേറ്റുകളിൽ ആകെ പോൾ ചെയ്ത വോട്ടിൽ എത്ര പെർസെൻറ്റേജ് വോട്ട് ഈ പാർട്ടിക്ക് ലഭിച്ചാലേ അത് നാഷണൽ പാർട്ടി എന്ന് പറയൂ എന്നാണ് ചോദ്യം. ഉത്തരം 6% വോട്ടുകൾ ലഭിക്കണം. 4 സ്റ്റേറ്റുകളിലെ ആകെ വോട്ടിൽ നിന്ന് 6% വോട്ട് ഈ പർട്ടിക്കുലർ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നാഷണൽ പാർട്ടി എന്ന് പറയാം. അടുത്ത ചോദ്യം, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എക്സ്റ്റെൻഡഡ് ടു, അതായത് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഏതുവരെയാണ് ഇന്ത്യയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ദ ഹോൾ ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ. ഓപ്ഷൻ 2 ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ദ ഹോൾ ഓഫ് ഇന്ത്യ ആൻഡ് ടു ജമ്മു ആൻഡ് കാശ്മീർ ഇൻ ദ സ്പെസിഫൈഡ് മാറ്റർ. 4ാമത്തെ ഓപ്ഷൻ സം ഓഫ് ദ സ്റ്റേറ്റ്. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എക്സ്റ്റെൻഡഡ് ടു ആൻസർ ദ ഹോൾ ഓഫ് ഇന്ത്യ ആൻഡ് ടു ജമ്മു ആൻഡ് കാശ്മീർ ഇൻ സ്പെസിഫൈഡ് മാറ്റർ. ഉത്തരം ദ ഹോൾ ഓഫ് ഇന്ത്യ ആൻഡ് ടു ജമ്മു ആൻഡ് കാശ്മീർ ഇൻ സ്പെസിഫൈഡ് മാനർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ അപ്പോയിൻറ്റ് ദ മുനിസിപ്പൽ കമ്മീഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസ്? ഹൂ അപ്പോയിൻറ്റ് ദ മുനിസിപ്പൽ കമ്മീഷണർ ഓഫ് മുനിസിപ്പാലിറ്റീസ്? മുനിസിപ്പാലിറ്റീസിലെ മുനിസിപ്പൽ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്തത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. സംസ്ഥാന ഗവൺമെൻറ് ആണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? മുനിസിപ്പൽ കമ്മീഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിക്റ്റ്? അതായത് കില താഴെ പറയുന്ന ഏത് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. കിലയുടെ ഫുൾ ഫോം ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അത് സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ് എവിടെയെന്നാണ് ചോദ്യം. ആൻസർ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കില സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആര് എന്നാണ് ചോദ്യം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആര്? ആൻസർ ഹൂ ഹാസ് ബീൻ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കണം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ഹൂ ഹാസ് ബീൻ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് NHRC? അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്തത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ദ പ്രസിഡൻറ്റ്. പ്രസിഡൻ്റാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആരാണ്? പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ അണ്ടർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഹെൽഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഇയർ 1951-52. വെൻ ഡിഡ് ദ ഫസ്റ്റ് എലക്റ്റഡ് പാർലമെൻറ്റ് കെയിം ഇൻ ടു ബീയിങ്? ഇന്ത്യയിൽ ആദ്യ ഇലക്ഷൻ നടന്നത് 1951-52 കാലഘട്ടത്തിലാണ്. എന്നാൽ ആദ്യമായി പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യമായി പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 1952 ഏപ്രിലാണ്. 1952 ഏപ്രിലാണ് ഇന്ത്യയുടെ ആദ്യ പാർലമെൻറ്റ് നിലവിൽ വന്നത്. ഏപ്രിൽ 1952. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. നാഷണൽ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആര് എന്നാണ് ചോദ്യം. നാഷണൽ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആര് എന്നാണ് ചോദ്യം. ഉത്തരം ജയന്തി പട്നായിക് ആണ്. ആരാണ്? ഉത്തരം ജയന്തി പട്നായിക്. ആദ്യത്തെ വനിതാ കമ്മീഷൻ, കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജയന്തി പട്നായിക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ. ദ നാഷണൽ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1990-ലാണ്. ഏതാണ്? 1990-ലാണ് നാഷണൽ വനിതാ കമ്മീഷൻ എനാക്റ്റഡ്. നാഷണൽ വനിതാ കമ്മീഷൻ എനാക്ട് ചെയ്ത വർഷം 1990. ഏത് വർഷം? 1990 ആണ്. അടുത്ത ചോദ്യം, ഹൂ സ്റ്റാർട്ടഡ് ദ ക്യാമ്പയിൻ ബച്പൻ ബച്ചാവോ ആന്തോളൻ? ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം കൈലാസ് സത്യാർത്ഥിയാണ്. കൈലാസ് സത്യാർത്ഥിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന പദ്ധതി കൊണ്ടുവന്നത്, എന്ന ക്യാമ്പയിൻ കൊണ്ടുവന്നത്. ബച്പൻ ബച്ചാവോ ആന്തോളൻ കൊണ്ടുവന്നത് കൈലാസ് സത്യാർത്ഥി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കമ്മീഷൻ അപ്പോയിൻറ്റഡ് ടു ദ എൻക്വയർ ഇൻ ടു സ്പെസിഫിക് കംപ്ലൈൻറ്റ്സ് റിഗാർഡിംഗ് ഡിപ്രവേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്?
ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ പരാതി നൽകുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ്റെ പേര് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഷെഡ്യൂൾഡ് ട്രൈബ്സിന് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നൽകുന്നതിനുള്ള കമ്മീഷൻ്റെ പേര് എന്തെന്നാണ് ചോദ്യം. ഉത്തരം നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞ ഒരു കമ്മീഷനുണ്ട്. അവിടെയാണ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ പരാതികൾ എല്ലാം നൽകേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രൊവിഷൻ ഗീവ്സ് പ്രൊട്ടക്ഷൻ ഫ്രം ടോർച്ചർ ഓഫ് ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്. ടോർച്ചർ ഓഫ് ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റിന് എന്താണ് പ്രൊട്ടക്ഷൻ നൽകുന്ന വകുപ്പ് ഏത് എന്നാണ് ചോദ്യം. വിച്ച് പ്രൊവിഷൻ ഗീവ്സ് ദ പ്രൊട്ടക്ഷൻ ഫ്രം ടോർച്ചർ ഓഫ് ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്. ആൻസർ ആർട്ടിക്കിൾ 5 ഓഫ് UN ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് 1948. ആർട്ടിക്കിൾ 5 ഓഫ് UN ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് 1948 എന്തിന് പ്രൊട്ടക്ഷൻ നൽകുന്നത്? ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്, ടോർച്ചർ ഓഫ് ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, which schedule of Indian Constitution deals with the administration of scheduled areas and scheduled tribes? Which schedule of in the Indian Constitution, Indian Constitutionലെ ഏത് ഷെഡ്യൂളാണ് എന്ത് ഡീൽ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് ഏരിയാസിനെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിനെയും മാനേജ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഷെഡ്യൂൾ 5 ആണ്. ഷെഡ്യൂൾ 5-ലാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചും ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾ 5. ദ 4th ഫിനാൻസ് കമ്മീഷൻ ഹെഡ് ഓഫ് കേരള. കേരളത്തിൻ്റെ 4ാമത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ഹെഡ് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ആരാണ്? പ്രൊഫസർ MA ഉമ്മനാണ്. ആരാണ്? പ്രൊഫസർ MA ഉമ്മനാണ്. എന്നാൽ 3ാമത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ഹെഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KV രവീന്ദ്രകുമാറാണ്. 4ാമത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രൊഫസർ MA ഉമ്മൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ വാസ് സെറ്റപ്പ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇൻ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് സെറ്റ് ചെയ്ത വർഷം ഏത് എന്നാണ് ചോദിച്ചത്. 1992 ജാനുവരിയിലാണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് സെറ്റ് ചെയ്ത വർഷം 1992 ജനുവരി. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ബെനിഫിറ്റ് ഓഫ് സോഷ്യൽ ഓഡിറ്റ്. സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് പറയാൻ വേണ്ടിയാണ് ഇവിടുത്തെ ചോദ്യം. ഉത്തരം റിഡക്ഷൻ ഓഫ് വേസ്റ്റേജ് ആൻഡ് കറപ്ഷൻ. റിഡക്ഷൻ ഓഫ് വേസ്റ്റേജ് ആൻഡ് കറപ്ഷനാണ് സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് പറയാൻ വേണ്ടിയാണ് ചോദ്യം. ഉത്തരം റിഡക്ഷൻ ഓഫ് വേസ്റ്റേജ് ആൻഡ് കറപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ വാസ് ഫോർമുലേറ്റഡ് ഇൻ. നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബറിന് വേണ്ടി ഒരു നാഷണൽ പോളിസി ഫോർമുലേറ്റ് ചെയ്ത വർഷം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 1987. 1987-ലാണ് നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ ഫോർമുലേറ്റ് ചെയ്തത്. അടുത്ത ചോദ്യം, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ബിൽ വാസ് പാസ്ഡ് ഓൺ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ബില്ല് പാസ്സാക്കിയ വർഷം ഏത് എന്നാണ് ചോദ്യം. ആൻസർ 30 ഓഗസ്റ്റ് 1990-ലാണ്. 30 ഓഗസ്റ്റ് 1990-ലാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ബില്ല് പാസ്സാക്കിയത്. 30 ഓഗസ്റ്റ് 1990. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ലോകായുക്ത ആക്ട് ഓൺ 1999 വാസ് അമെൻഡഡ് ഇൻ. കേരള ലോകായുക്ത ആക്ട് 1999 അമെൻഡ് ചെയ്ത വർഷം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 2001. 2001-ലാണ് അമെൻഡ് ചെയ്തത്. കേരള ലോകായുക്ത ആക്ട് ഓഫ് 1999 വാസ് അമെൻഡഡ് ഇൻ 2001. അടുത്ത ക്വസ്റ്റ്യൻ, ദ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി ഓഫ് ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, ദ ചെയർമാൻ ഓഫ് 13th ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 13ാമത് ഫിനാൻസ് കമ്മീഷൻ ആര് എന്നാണ് ചോദ്യം. ഉത്തരം വിജയ് കേൽക്കറാണ്. 13ാമത്തെ ഫിനാൻസ് കമ്മീഷൻ വിജയ് കേൽക്കറാണ്. ഈ ചോദ്യം കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം. 15ാമത് ഫിനാൻസ് കമ്മീഷൻ ആരെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ NK സിംഗ് ആണ്. NK സിംഗ് ആണ് ഇന്ത്യയുടെ 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ. ഇവിടെ ചോദിച്ചിരുന്നത് 13ാമത്തെയാണ് വിജയ് കേൽക്കർ. 15ാമത്തത് NK സിംഗ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഈസ് നോട്ട് റിലേറ്റഡ് ടു സോഷ്യൽ ഓഡിറ്റ്. സോഷ്യൽ ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരം എക്കണോമിക് ക്വാളിറ്റി ഓഫ് ലൈഫ് സോഷ്യൽ ഓഡിറ്റിൽ ഉൾപ്പെട്ടതല്ല. എക്കണോമിക് ക്വാളിറ്റി ഓഫ് ലൈഫ് സോഷ്യൽ ഓഡിറ്റിൽ ഉൾപ്പെട്ടതല്ല. നേരെ മറിച്ച് സോഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് സോഷ്യൽ ഓഡിറ്റിലുള്ളതാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓഡിറ്റ്, അതും സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടതാണ്. യൂസസ് ദ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, അതും സോഷ്യൽ ഓഡിറ്റ് ബന്ധപ്പെട്ടതാണ്. എക്കണോമിക് ക്വാളിറ്റി ഓഫ് ലൈഫ് മാത്രം സോഷ്യൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല.
അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഹാവിംഗ് നോ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി. ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി ഇല്ലാത്ത ഇന്ത്യൻ സ്റ്റേറ്റ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം നാഗാലാൻഡാണ്. നാഗാലാൻഡിലാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആൾക്കാർ ഇല്ലാത്തത്. ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആൾക്കാരില്ലാത്ത സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗാലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആർ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെ എന്നാണ് ചോദ്യം. ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ മെമ്പേഴ്സാണ്. അതായത് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഇവയെല്ലാം എന്താണ് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം ആൾ ഓഫ് എബോയാണ്. ഈ മൂന്ന് ആൾക്കാരും എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റഡ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്ത വർഷം 10 ഡിസംബർ 1948ലാണ്. 10 ഡിസംബർ 1948ലാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് ഫോർ എ 6 year in term ഓർ കണ്ടിന്യൂ ടിൽ ദ ഏജ് ഓഫ്. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് 6 വർഷം വരെ കാലാവധി ഉണ്ട്, അല്ലെങ്കിൽ എത്ര വയസ്സ് വരെയാണ് അവരുടെ കാലാവധി, ചീഫ് ഇലക്ഷൻ കമ്മീഷനുടെ കാലാവധി എന്നാണ് ചോദ്യം. ഉത്തരം 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ഫുൾ ടൈം മെമ്പേഴ്സ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം, ആകെ ഫുൾ ടൈം അംഗങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം 5 പേരാണ്. ആകെ ഫുൾ ടൈം അംഗങ്ങളുടെ എണ്ണം 5 പേരാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഫുൾ ടൈം മെമ്പേഴ്സ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടേൺ ഓവർ ഓഫ് ഓംബുഡ്സ്മാൻ ഈസ്. ഓംബുഡ്സ്മാൻ എത്ര വർഷം വരെ ഓംബുഡ്സ്മാനായിട്ട് ജോലി ചെയ്യാം? ഉത്തരം 3 വർഷം. ഓംബുഡ്സ്മാൻ്റെ കാലാവധി 3 വർഷമാണ്. ഓംബുഡ്സ്മാൻ്റെ കാലാവധി 3 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് ദ ലാ ഫോർ അബോളിഷൻ ഓഫ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ അബോളിഷ് ചെയ്യുന്നതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമമിറക്കിയ വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2006. ചൈൽഡ് ലേബർ അബോളിഷ് ചെയ്യാൻ നിയമമിറക്കിയ വർഷം 2006. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുകുമാർ സെൻ. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുകുമാർ സെൻ. ഹായ് ഫ്രണ്ട്സ്, മിഷൻ PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 6 പാർട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തു. നമ്മൾ ഇന്ന് അതിൻ്റെ 7ാമത്തെ പാർട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിനാൻസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ പ്രസിഡന്റ് ബൈ എവരി. ഫിനാൻസ് കമ്മീഷൻ എത്ര വർഷത്തിലൊരിക്കലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഫിനാൻസ് കമ്മീഷൻ 5 വർഷത്തിലൊരിക്കലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 5 വർഷം കഴിയുമ്പോൾ പുതിയ ഫിനാൻസ് കമ്മീഷനെ രൂപീകരിക്കും. അപ്പോൾ 5 വർഷത്തിലൊരിക്കലാണ് ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ആർ ദ നോട്ട് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. താഴെ പറയുന്ന വ്യക്തികളിൽ ആരാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ അംഗമല്ലാതിരുന്നത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ രംഗനാഥ മിശ്രയുണ്ട്. അദ്ദേഹം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. JS വർമ്മ ചെയർപേഴ്സൺ ആയിരുന്നു. MN വെങ്കിട്ടച്ചെല്ലയ്യ ചെയർപേഴ്സൺ ആയിരുന്നു. എന്നാൽ SH കബാഡിയ മാത്രം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അല്ലായിരുന്നു. ഇപ്പോൾ ആരാണ് അല്ലായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം അപ്പോൾ ഇവിടെ SH കബാഡിയാണ്. ബാക്കി 3 പേരും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ദ ലാംഗ്വേജ് ആപ്ലിക്കേഷൻ മേ ബി. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നാണ് ചോദ്യം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ചോദിക്കുമ്പോൾ ഏത് ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്, ആൾ ഓഫ് എ ബോയ് ഉണ്ട്. ഹിന്ദിയിലായിരുന്നാലും ഇംഗ്ലീഷിലായിരുന്നാലും റീജിയണൽ ലാംഗ്വേജിലായിരുന്നാലും നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇംഗ്ലീഷിലും ചോദിക്കാം, ഹിന്ദിയിലും ചോദിക്കാം, നമ്മൾ റീജിയണൽ ലാംഗ്വേജിലും ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഇന്നോവേറ്റീവ് ടൂൾ ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ബിക്കോസ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൂളാണ്. അങ്ങനെ പറയുന്നതിന് കാരണം എന്ത് എന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ, ഇറ്റ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് പബ്ലിക് പോളിസീസ് ഡിസിഷൻ മേക്കിംഗ്. അത് നമ്മളെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു അവയർനെസ് ഉണ്ടാക്കി തരുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നമുക്ക് എന്ത് അറിഞ്ഞുണ്ടെങ്കിലും അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ചോദിക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ ഒഴികെ, ഡിഫൻസ് പരമായ ചില കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് ചോദിക്കാം. അതുകൊണ്ടാണ് ഇതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ടൂൾ എന്ന് പറയാൻ കാരണം. ഇറ്റ് മേക്സ് പീപ്പിൾ അവെയർ ഓഫ് പബ്ലിക് പോളിസീസ് ഡിസിഷൻ മേക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ,
According to the United Nations Convention on the Right of the Child 1989, which was ratified by in India 1992, a child is a person below the age of, അതായത് യുണൈറ്റഡ് നാഷൻ 1989 യുണൈറ്റഡ് നാഷണൽ കൺവെൻഷനിൽ വെച്ച് എന്ത് വെരിഫൈ ചെയ്തു? ഇന്ത്യയുടെ ചൈൽഡ് എന്ന് പറയുന്നത് ബിലോ ദ ഏജ് ഓഫ് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് ചൈൽഡ് എന്ന് പറയുന്നത്? ഉത്തരം 18 ആണ്. 18 വയസ്സിന് താഴെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചൈൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നത് 1992 ആണ് അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. എത്ര പ്രായത്തിന് താഴെയുള്ളവർ? 18 വയസ്സിന് താഴെയുള്ളവർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ്. ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഇലക്ഷൻ കമ്മീഷനിൽ 3 members ഇൻക്ലൂഡിംഗ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷനോട് ഇൻക്ലൂഡ് ചെയ്ത് 3 അംഗങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനിൽ ഉള്ളത്. എത്ര? 3 members ഇൻക്ലൂഡിംഗ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും 2 ഇലക്ഷൻ കമ്മീഷനും, അങ്ങനെ ടോട്ടൽ 3 പേരാണ് ഇലക്ഷൻ കമ്മീഷനിൽ അംഗമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വെയർ ദ ഫസ്റ്റ് RTI ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ഷഹീദ് റാസ ബർണി. അതായത് ഷഹീദ് റാസ എന്ന വ്യക്തി ആദ്യമായി റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ നൽകിയത് എവിടെയെന്നാണ് ചോദ്യം. ഉത്തരം പോലീസ് സ്റ്റേഷൻ പൂനെയിലെ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അപേക്ഷ സമർപ്പിച്ചത്. സമർപ്പിച്ച വ്യക്തിയുടെ പേര് ഷഹീദ് റാസ ബുർണി എന്നാണ്. ഷഹീദ് റാസ ബുർണിയാണ് ആദ്യമായി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അപേക്ഷ സമർപ്പിച്ചത് പൂനെ പോലീസ് സ്റ്റേഷനാണ്. എ പോലീസ് സ്റ്റേഷൻ ഇൻ പൂനെയിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ്. ദ പ്രസിഡന്റ് ഹു അസൈൻഡ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ സമ്മതം നൽകിയ പ്രസിഡന്റ് ആര് എന്നാണ് ചോദ്യം. ഉത്തരം APJ അബ്ദുൽ കലാമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന് സമ്മതം പ്രകടിപ്പിച്ച പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ആ സമയത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ എലക്റ്റഡ് ആസ് ദ ഫസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. നാഷണൽ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ മെയിൽ ആര് എന്നാണ് ചോദ്യം. ആദ്യ പുരുഷൻ ആര് എന്നാണ് ചോദ്യം. ഹു ഹാസ് ബീൻ എലക്റ്റഡ് ആസ് ദ ഫസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ? ആലോക് റാവത്താണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമണിൽ അംഗമായ ആദ്യ പുരുഷൻ ആര് എന്നാണ് ചോദ്യം. ഉത്തരം അലോക് റാവത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കേരള വനിതാ കമ്മീഷൻ ബിൽ വാസ് പാസ്ഡ് ഇൻ. കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസ്സാക്കിയ വർഷം 1995. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര എന്നാണ് ചോദ്യം. ഉത്തരം 1098ആണ്. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. 1098. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഗേൾ ചൈൽഡ് ഡേ വാസ് ഒബ്സർവ്ഡ് ഓൺ. അതായത് നാഷണൽ വനിതാ പെൺകുട്ടികളുടെ ദിവസം എന്ന് പറയുന്നത് ഏതാണ്? നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നതാണ് ചോദ്യം. ഉത്തരം ജാനുവരി 24 ആണ് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. സെക്സ്വൽ ഒഫൻസിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആക്ട് നിലവിൽ വന്ന വർഷം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം നവംബർ 14, 2012. സെക്സ്വൽ ഒഫൻസിൽ നിന്നും കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ആക്ട് വന്നത് നവംബർ 14, 2012. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് വാസ് സെറ്റപ്പ് ഇൻ ഡാഷ്. എന്നാണ് സെറ്റപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചത്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 2007. 2007 2007 മാർച്ച് മാസത്തിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് നിലവിൽ വന്നത്. മാർച്ച് 2007. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഷെഡ്യൂളേഴ്സ് ആർ ഇൻ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005? 2005 വിവരാവകാശ നിയമത്തിന് എത്ര ഷെഡ്യൂൾസ് ഉണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം 2 ഷെഡ്യൂൾസാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ ആകെയുള്ള ഷെഡ്യൂളുകളുടെ എണ്ണം 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഓഫ്.
അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ്, അതായത് വീട്ടിനകത്തെ സ്ത്രീകൾക്കുണ്ടാകുന്ന പീഡനത്തിനെതിരെയുള്ള നിയമം നിലവിൽ വന്ന വർഷമാണ് 2005. പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഓഫ് 2005 ആണ്. എത്ര? 2005. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഫോർ ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ബിൽ 2004 വിച്ച് ദ പാർലമെൻറ്റ് ഹാസ് പാസ്ഡ് 2005. പാർലമെൻറ്റ് 2005 പാസ്സാക്കിയ ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ബില്ലിൽ പറയുന്ന കാര്യം എന്ത് എന്നാണ് ചോദ്യം. 2005 പാസ്സാക്കിയ ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ബില്ലിൽ പറയുന്ന കാര്യം എന്തെന്നാണ് ചോദ്യം. ഉത്തരം, ഗിവിംഗ് ഈക്വൽ റൈറ്റ്സ് ടു ആൾ വുമൺ ഇൻക്ലൂഡിംഗ് മാരീഡ് ഡാട്ടേഴ്സ് ഇൻ ദ പാരൻ്റൽ പ്രോപ്പർട്ടി ആസ് ദ സൺസ് ഹാവ്. അതായത് മകന് ഉള്ളതുപോലുള്ള എല്ലാ അവകാശങ്ങളും മകൾക്കും ഉണ്ടായിരിക്കണം, കൂടാതെ കല്യാണം കഴിഞ്ഞ മകൾക്കും അതേ അവകാശം ഉണ്ടായിരിക്കണം. മകളാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത മകൾക്കുള്ളതുപോലെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ മകൾക്കും അവകാശമുള്ളത് എന്നാണ് പറയുന്നത് ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ബിൽ 2004 പറയുന്നത്. പുത്രന്മാർക്കുള്ളതുപോലെ അല്ലെങ്കിൽ മകൾക്കുള്ളതുപോലെ കല്യാണം കഴിഞ്ഞ മകൾക്കും ഈക്വൽ അച്ഛൻ്റെ സ്വത്തിന് അല്ലെങ്കിൽ അമ്മയുടെ സ്വത്തിന് ഈക്വൽ അവകാശമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ SC/ST ആക്ട് 1989 എൻഫോഴ്സ്ഡ് വിത്തിൻ ഫ്രം SC/ST ആക്ട് എൻഫോഴ്സ് ചെയ്തത് ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SC/ST ആക്ട് എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന വർഷം ഇവിടെ ഓപ്ഷനിൽ ക്ലിയർ അല്ല. 30 ജനുവരി 1990 SC/ST ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വന്നത്. 1989 SC/ST ആക്ട് നിലവിൽ വന്ന വർഷം ഏത് എന്ന് കെയിം ഇൻ ടു ഫോഴ്സ് ആ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1990 ജനുവരി 30 ജനുവരി 30 1990 SC/ST ആക്ട് നിലവിൽ വന്നത്. ആക്ട് പാസ്സാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1989 അത് നിലവിൽ വന്നത് 1990 ജനുവരി 30. അടുത്ത ക്വസ്റ്റ്യൻ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എക്സ്പെക്റ്റഡ് ടു റിപ്ലൈ വിത്തിൻ ഡാഷ് അവേഴ്സ് വെൻ ദ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് ദ പേഴ്സൺ ഈസ് ഇൻവോൾവ്ഡ്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ ലൈഫ് ആൻഡ് ലിബർട്ടി ആണ് ഉൾപ്പെട്ടതെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അതിന് മറുപടി നൽകണമെന്നാണ് ചോദ്യം. ഉത്തരം, 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ലൈഫ് ആൻഡ് ലിബർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. അടുത്ത ക്വസ്റ്റ്യൻ, സെക്സ്വൽ ഹരാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഓഫ്. അതായത് വർക്ക് പ്ലേസിൽ വനിതകൾക്ക് നേരിടേണ്ടി വരുന്ന സെക്സ്വൽ ഹരാസ്മെൻറ്റിനെതിരെ നിയമം വന്ന വർഷം 2013. വർക്ക് പ്ലേസിൽ വനിതകൾക്ക് നേരിടേണ്ടി വരുന്ന സെക്സ്വൽ ഹരാസ്മെൻറ്റിനെതിരെ നിയമം വന്നത് 2013. അടുത്ത ക്വസ്റ്റ്യൻ, എ വെൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ഈസ് റിട്ടൺ ബൈ. എന്താണ് എ വെൻഡിക്കേഷൻ അല്ലെങ്കിൽ വെൻഡിക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ഈസ് റിട്ടൺ ബൈ ആരാണ്? മേരി വൂൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ്. എ വെൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ഈസ് റിട്ടൺ ബൈ മേരി വൂൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ എക്സാമിന് പല എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് 2015 ആദ്യമായിട്ട് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പല എക്സാമിനും വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ വെൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ഈസ് റിട്ടൺ ബൈ മേരി വൂൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം, 2005. 2005 വിവരാവകാശ നിയമം പാസ്സാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമെൻമെൻറ്റ് ആക്ട് ഇൻകോർപ്പറേറ്റഡ് ടു ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻ ടു ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയ അമെൻമെൻറ്റ് ആക്ട് ഏത് എന്നാണ് ചോദ്യം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയ അമെൻമെൻറ്റ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം, 86th അമെൻമെൻറ്റ് 2002. 2002 86ാമത്തെ അമെൻമെൻറ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ ഓഫ്. 1986. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൺസ്യൂമർ റൈറ്റ് വെയർ ഫസ്റ്റ് എന്യൂമറേറ്റഡ് ഇൻ ദ ഇയർ ഓഫ് 1962. എന്നാൽ കൺസ്യൂമർ റൈറ്റ്സ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏത് എന്നാണ് ചോദ്യം. 1962 കൺസ്യൂമർ റൈറ്റ്സ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം, USA ആണ്. USA ആണ് കൺസ്യൂമർ റൈറ്റ്സ് ആദ്യമായി നടപ്പിലാക്കിയത്. വർഷം 1962. ഇന്ത്യയിൽ 1986 നിലവിൽ വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, SC/ST പീപ്പിൾ അവെയർ സ്പെസിഫൈഡ് ഇൻ ഡാഷ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളിലാണ് SC/ST പീപ്പിളിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 341 ആൻഡ് ആർട്ടിക്കിൾ 342 SC/ST പീപ്പിളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 341 342. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഷാൾ ബി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരായിരിക്കണം എന്നാണ് ചോദ്യം. ഉത്തരം റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ആര്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരിക്കേണ്ടത്. Human Rights Commission chairperson. Chief Justice of India. Chief Justice of India. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ആരാണ്? റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നേരത്തെ പറഞ്ഞത് ഹൈക്കോർട്ട് എന്നാണ് പറഞ്ഞത്, പക്ഷേ അല്ല, റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് 1975 എന്തെന്നാണ് ചോദ്യം. നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് 1975 എന്ത് എന്നാണ് ചോദ്യം. ഉത്തരം എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ടു ദ നോൺ ഷെഡ്യൂൾഡ് ട്രൈബ്. ഇതാണ് ആൻസർ. അതായത് നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് 1975 പറയുന്നതെന്നാൽ എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, മൂവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോപ്പർട്ടിയെ ബൈ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ടു ദ നോൺ ഷെഡ്യൂൾഡ് ട്രൈബ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് 1975. എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ടു എ നോൺ ഷെഡ്യൂൾഡ് ട്രൈബ്. അടുത്ത ക്വസ്റ്റ്യൻ, in India a special ministry for women and social welfare was formed at the center in the year of 1986. അതായത് വനിതകൾക്കും സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മിനിസ്ട്രി കൊണ്ടുവന്നത് ഏത് വർഷം മുതലാണ്? 1986 മുതലാണ്. വനിതകൾക്കും സോഷ്യൽ വെൽഫെയറിന് വേണ്ടി പുതിയ മിനിസ്ട്രി കൊണ്ടുവന്നത് 1986. അടുത്ത ചോദ്യം, ദ ആർട്ടിക്കിൾ ഇൻ ദ Indian Constitution which provides for the appointment of special officer for scheduled caste and scheduled tribe by the President of India is എന്താണ് പറയുന്നത്? ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പറയുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നാണ് ചോദ്യം. അതായത് അല്ലെങ്കിൽ സപ്പോസ് ഒരു കേസിന് വേണ്ടിയാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയോ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയോ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 338 പ്രകാരമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 338 പ്രകാരം. 338. അടുത്ത ക്വസ്റ്റ്യൻ, ദ പണിഷ്മെൻറ്റ് ഓഫ്
intentionally insulting a member of scheduled caste and scheduled tribe imprisoned for the period of, അതായത് പർപ്പസ്ഫുള്ളി ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളയോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിലുള്ളയോ ഒരാളെ ഇൻസൾട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ശിക്ഷ 6 മാസം മുതൽ 5 വർഷം വരെയാണ് ജയിൽ ശിക്ഷ. 6 മാസം മുതൽ 5 വർഷം വരെയാണ് ജയിൽ ശിക്ഷ. എന്തിനുള്ള ജയിൽ ശിക്ഷ? ഷെഡ്യൂൾഡ് കാസ്റ്റ് പീപ്പിളെയോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് പീപ്പിളെയോ പർപ്പസ്ഫുള്ളി ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ശിക്ഷയാണ് 6 മാസം മുതൽ 5 വർഷം വരെയാണ് ശിക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ആർക്കൊക്കെയാണ് വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ആർക്കൊക്കെ വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം, എനി പേഴ്സൺ ഡിസൈർസ് ഓഫ് ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ. ഇന്ത്യയിൽ ആർക്ക് വേണോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവുന്നതാണ്. എനി പേഴ്സൺ, ഇന്ത്യയിലെ ആർക്ക് വേണോ കളക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രൊഹിബിറ്റ്സ്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രൊഹിബിറ്റ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ബൈ ദ വൺ പാർട്ടി ടു എ മാരേജ് ടു അനദർ പാർട്ടി ഓർ എ പാരൻസ് ഓഫ് എയ്തർ പാർട്ടി ടു മാരേജ്. അതായത് നമ്മൾ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രൊഹിബിറ്റ്സ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് എനി പ്രോപ്പർട്ടി ഓർ എ വാല്യുബിൾ സെക്യൂരിറ്റി ബൈ വൺ പാർട്ടി ടു എ മാരേജ് to the another party or parents of either party to the marriage. Another question, Article 164 of the Indian Constitution provides for the separate ministry for tribal welfare. ട്രൈബൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 164 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് മിനിസ്ട്രിയെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അത് ഏതൊക്കെ സംസ്ഥാനത്ത് വേണ്ടിയാണ് എന്നാണ് ചോദ്യം. ഉത്തരം, ഛത്തീസ്ഗഡും മധ്യപ്രദേശ്, ഒറീസ. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രത്യേക എന്തുള്ളത്? ട്രൈബൽ മിനിസ്ട്രീസ് ഉള്ളത്. ആർട്ടിക്കിൾ 164 പ്രകാരമാണ് ഈ ട്രൈബൽ മിനിസ്ട്രീസിനെ രൂപീകരിച്ചത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒറീസ. ആർട്ടിക്കിൾ 164 പ്രകാരമാണ് ഇവിടെ മിനിസ്ട്രീസ് രൂപീകരിച്ചത്.